ഇങ്ങനൊരു പ്രൊജക്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിൽ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ടിൽറ്റ് മെക്കാനിസം ആണ് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊജക്ടർ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 20,000 രൂപയുടെ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന പ്രൊജക്ടറിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിബ്രോണിക്സിന്റെ പിക്സാപ്ലേ 38 എന്ന് പറയുന്ന മോഡലാണിത്. പക്ഷേ ഈ പ്രൊജക്ടറിന് 20,000 രൂപ നിങ്ങൾ കൊടുക്കേണ്ട, 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടർ വാങ്ങാനായിട്ട് സാധിക്കും. ഇത്രയും കിട്ടിയ പിക്ചർ ക്വാളിറ്റിയും ഫീച്ചേഴ്സും ഉള്ള ഒരു പ്രൊജക്ടർ ഈ പ്രൈസ് സെഗ്മെന്റിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്യാം, അതിനുശേഷം ഇതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനൊരു ബോക്സിലാണ് ഈ ഒരു പ്രൊജക്ടർ റിസീവ് ആയത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ ആണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഈ പ്രൊജക്ടറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ പ്രൊജക്ടറിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. 12,000 ലൂമൻസ് ബ്രൈറ്റ്നസ് ഉള്ള ഒരു പ്രൊജക്ടർ ആണിത്. 4K ഇതിൽ സപ്പോർട്ട് ആവും, അതേപോലെ അൾട്രാ HD സപ്പോർട്ട് ആവും. 30,000 അവേഴ്സിന്റെ ലാം ലൈഫ് ഇതിൽ കിട്ടുന്നുണ്ട്. 90 ഡിഗ്രി ടിൽറ്റ് മെക്കാനിസവും ഇതിൽ വരുന്നുണ്ട്. മൾട്ടി കണക്ടിവിറ്റി ഓപ്ഷൻസ് വരുന്നുണ്ട്. അതായത് HDMI USB ഒക്കെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ബിൽഡ് ഇൻ സ്പീക്കർ വരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഉണ്ട്. മാക്സിമം ഇതിന്റെ സ്ക്രീൻ സൈസ് വരുന്നത് 250 ഇഞ്ചസ് ആണ്. ഡ്യുവൽ കോർ പ്രോസസർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മിറർ കാസ്റ്റ് സപ്പോർട്ട് ചെയ്യും, അതേപോലെ iOS സ്ക്രീൻ മിററിംഗും സപ്പോർട്ട് ചെയ്യും. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്രൊജക്ടർ ആണ്. ഓട്ടോ കീസ്റ്റോണും ഓട്ടോ ഫോക്കസും ഒക്കെ വരുന്നുണ്ട്. അതേപോലെ ടിൽറ്റ് മെക്കാനിസവും ഇതിൽ നൽകിയിട്ടുണ്ട്. സാധാരണ ഒരു പ്രൊജക്ടറിൽ ഞാൻ ഇതുവരെ കാണാത്ത ഒരു സെറ്റപ്പ് ആണ് ഈ ടിൽറ്റ് മെക്കാനിസം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണിത്. കാരണം നമ്മൾ പ്രൊജക്ടർ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പ്രൊജക്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റത്തിലൂടെ സാധിക്കും. അപ്പൊ ഞാൻ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ബോക്സിനുള്ളിൽ നമുക്കൊരു സെൽഫ് സർവീസ് ക്ലീനിങ് കിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. യൂസർ മാനുവൽ പഴയപോലെ ബുക്ക്ലെറ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു QR കോഡ് ആയിരിക്കും. ആ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് യൂസർ മാനുവൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ റിമോട്ട് കൺട്രോൾ ഉണ്ട്. റിമോട്ട് കൺട്രോളിൽ IR ബ്ലൂടൂത്തും വർക്ക് ചെയ്യും. അപ്പോൾ ഒരു പവർ കേബിളും HDMI കേബിളും ഉണ്ട്. HDMI ARC ഇതിൽ സപ്പോർട്ടഡ് ആണ്. അപ്പൊ ഇതാണ് പ്രൊജക്ടർ. ഇതിന്റെ ഡിസൈൻ നിങ്ങൾ നോക്കിയാൽ ഭയങ്കര മനോഹരമായിട്ടുള്ള യൂണീക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് സിബ്രോണിക്സ് ഈ പ്രാവശ്യം ഈ പ്രൊജക്ടറിന് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഫ്രണ്ടിലായിട്ട് സെൻസർ നൽകിയിട്ടുണ്ട്. ഗ്ലാസ് ലെൻസും നമുക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും. വശങ്ങളിലേക്ക് വരുന്നുണ്ട് ഈ സൈഡിലായിട്ടാണ് പവർ ബട്ടൺ നൽകിയിട്ടുള്ളത്. ഇവിടെ മറ്റ് ബട്ടൺസോ അല്ലെങ്കിൽ പോർട്സോ ഒന്നും തന്നെ ഇല്ല. പവർ ബട്ടൺ മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ. അതിന്റെ താഴെയായിട്ടൊരു ചെറിയ വെന്റ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്നുണ്ട് ഇവിടെയായിട്ട് പോർട്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ 2 HDMI പോർട്സ് കാണാനായിട്ട് സാധിക്കും. 2 USB പോർട്ടും ഉണ്ട്. ഈ കാണുന്നത് പവർ കൊടുക്കാനായിട്ടുള്ള പോർട്ടാണ്. ഇവിടെ സ്പീക്കറിന്റെയും ഫാനിന്റെയും ഒക്കെ വെന്റും നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുന്നുണ്ട് ഈ കാണുന്നത് IR സെൻസർ ആണ്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ ടിൽറ്റ് മെക്കാനിസം മൂവ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രൊജക്ടർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ഡിസൈൻ ഒക്കെ കണ്ട് ആദ്യം തന്നെ നമ്മൾ ഇതൊന്ന് തിരിച്ച് നേരെയാക്കാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല. ഈ പ്രൊജക്ടറിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡു നോട്ട് പുൾ ബൈ ഹാൻഡ്. അതായത് ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് ശ്രമിക്കരുത്. കാരണം ഇത് മോട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ടിൽറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഞാൻ ആദ്യം ഇതിന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഒന്ന് തിരിച്ചു നോക്കിയായിരുന്നു, പക്ഷേ പ്രശ്നമൊന്നും പറ്റിയില്ല. പിന്നീടാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചത്. ഇതിന്റെ ഈ റിമോട്ട് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. ഈ പ്രൊജക്ടർ നമുക്ക് 90 ഡിഗ്രി ടിൽറ്റ് ചെയ്യാനായിട്ട് പറ്റും. സീലിംഗിൽ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, വാളിൽ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പരിപാടി കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടിൽറ്റിംഗ് മെക്കാനിസം ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. വലിയ സൗണ്ട് ഒന്നുമില്ല, സൈലന്റ് ആയിട്ട് തന്നെ ഇത് വർക്ക് ചെയ്തോളൂ. ഈ ടിൽറ്റിംഗ് മെക്കാനിസം അല്ലെങ്കിൽ മോട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് വലിയ സൗണ്ട് ഒക്കെ ഉണ്ടാകുന്ന ഒരു തോന്നൽ ഒരു പക്ഷേ പലർക്കും ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇതിലില്ല. വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടിൽറ്റിംഗ് മെക്കാനിസം ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഡിസൈനിന്റെ ഏറ്റവും വലിയൊരു പ്രയോജനമായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് ഉണ്ടല്ലോ, അത് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് തള്ളും. 2 സൈഡിലും ഫാനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട്, ഹോൾസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹീറ്റ് വെളിയിലേക്ക് പോകും. ഓവർ ഹീറ്റ് ആകുന്ന പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഞാൻ 1-2 മൂവീസ് ഒക്കെ ഈ ഒരു പ്രൊജക്ടർ വെച്ചാണ് കണ്ടത്. അപ്പം മൊത്തത്തിൽ ഇതിന്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂവും ഇതിന്റെ ഒരു ക്വാളിറ്റിയും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആദ്യം ഈ ഒരു പ്രൊജക്ടർ കയ്യിലെടുത്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, ഇത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ലെവലായിട്ട് ഇരിക്കുമോ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇത് ഇരുന്നോളും. നോക്കി, നമ്മൾ സാധാരണ ബോക്സ് ടൈപ്പ് പ്രൊജക്ടറുകൾ യൂസ് ചെയ്യില്ലേ, അതിനേക്കാളും ഫിറ്റ് ആയിട്ട് ഇത് ഇരുന്നോളും. ഇതിനടിയിലൊരു റബ്ബർ പാഡിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ പ്രൊജക്ടർ മൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതേപോലെ നമുക്ക് ടേബിളിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിന് നൽകിയിട്ടില്ല. ഇതിലെങ്ങും മൗണ്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മാത്രം മതി, എവിടെയെങ്കിലും ഇരുന്നോളും. അത് നമുക്ക് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമുള്ള സമയങ്ങളിൽ ടിൽറ്റ് ചെയ്തും അല്ലാതെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ഡിസൈനിന്റെയും ഇതിന്റെ ഒരു ക്വാളിറ്റിയെ കുറിച്ചൊക്കെ പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നും ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ പ്രൊജക്ടറിന്റെ മാക്സിമം സ്ക്രീൻ സൈസ് വരുന്നത് 250 ഇഞ്ചസ് ആണ്. ഞാനൊരു
200 ഇഞ്ച് വരെയൊക്കെയുള്ള സ്ക്രീനിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല അടിപൊളി ക്വാളിറ്റി ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുന്നുണ്ട്. ഒരു 150 ഇഞ്ചൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പക്ക ക്ലിയർ ആയിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ പ്രൊജക്ടറിൽ നിന്ന് കിട്ടും. ഈ പ്രൊജക്ടറിന്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത് 5000:1 ആണ്. ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് 12,000 ലൂമൻസ് ആണ്. ഈ ഒരു പ്രൊജക്ടറിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ആപ്പ് സ്റ്റോർ ഒക്കെ ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ആപ്സ് ഡൗൺലോഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഏത് ആപ്ലിക്കേഷൻസും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ പ്രൊജക്ടറിന്റെ സെറ്റിംഗ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു ഈ പ്രൊജക്ടറിന്റെ ആ ഒരു UI ഉണ്ടല്ലോ, യൂസർ ഇന്റർഫേസ് വരുന്നത് വളരെ ഈസിയാണ്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഓരോ ഫംഗ്ഷൻസും ഇതിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ ഓട്ടോ കീസ്റ്റോൺ കറക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഓട്ടോ ഫോക്കസിംഗും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇനി മാനുവലി ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും. റിമോട്ടിലൂടെ നമുക്ക് മാനുവലി ഫോക്കസിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ മാനുവൽ കീസ്റ്റോൺ കറക്ഷൻ ചെയ്യാനുള്ള സെറ്റിംഗ്സും നമുക്ക് ഇതിൽ കിട്ടും. വളരെ ഈസി ആയിട്ട് മാനുവലി നമുക്ക് കീസ്റ്റോൺ കറക്ഷൻ ചെയ്യാൻ പറ്റും. ഞാനിത് ഉപയോഗിച്ചിടത്തോളം മാനുവലി ഞാൻ കറക്ഷൻ ചെയ്തിട്ടില്ല, കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കീസ്റ്റോൺ കറക്ഷൻ ഇത് ചെയ്യുന്നുണ്ട്. സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇമേജ് കസ്റ്റമൈസ് ചെയ്യാം, ഓഡിയോ സൗണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ ചെയ്തുകൊണ്ട്, അതായത് ഇപ്പോൾ ഒരു ഇമേജ് കറക്ഷൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് തന്നെ ലൈവ് ആയിട്ട് ഇമേജ് കറക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇതിനു മുമ്പ് പല പ്രൊജക്ടറുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. കാരണം നമ്മളൊരു സെറ്റിംഗ്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പിക്ചർ ഓക്കെ ആയൊന്ന് പോയി നോക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇതിൽ നമുക്ക് ലൈവ് ആയിട്ട് ഇമേജ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിൽ വാൾപേപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. കുറേയധികം വാൾപേപ്പേഴ്സ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം സ്ക്രീനിന്റെ ലുക്ക് മൊത്തത്തിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന മറ്റ് പ്രൊജക്ടറുകളിൽ കിട്ടാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു പ്രൊജക്ടറിൽ സെബ്രോണിക്സ് നൽകിയിട്ടുണ്ട്. ഈ പ്രൊജക്ടറിന്റെ നേറ്റീവ് റെസൊല്യൂഷൻ ഫുൾ HD ആണ്. എന്നാൽ നമുക്ക് ഇതിൽ 4K വീഡിയോസും പ്ലേ ചെയ്യാം, അൾട്രാ HD വീഡിയോസും പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ഫയർ TV സ്റ്റിക്കോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള TV ബോക്സോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4K അൾട്രാ HDയിൽ വീഡിയോകൾ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത പ്രൊജക്ടർ വീഡിയോകളുടെ കമന്റ് സെക്ഷനിൽ പലരും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രൊജക്ടറിൽ നമുക്ക് ഫയർ TV സ്റ്റിക്ക് കണക്ട് ചെയ്യാൻ പറ്റുവാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്ടറിൽ ഫയർ TV സ്റ്റിക്ക് കണക്ട് ചെയ്തുകൊണ്ട് 4K അൾട്രാ HD വീഡിയോകൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഇതിന്റെ പിക്ചർ ക്വാളിറ്റിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ക്വാളിറ്റി ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുന്നുണ്ട്. മൂവീസ് കാണുകയാണെങ്കിലും ഗെയിം കളിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ നല്ല കിട്ടിലനായിട്ടുള്ള പിക്ചർ ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടുന്നത്. എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പിക്ചർ ക്വാളിറ്റി നൽകുന്ന പ്രൊജക്ടറാണിത്. നിങ്ങൾക്ക് മറ്റേതെങ്കിലും പ്രൊജക്ടറുകൾ പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇത്രയും നല്ല ക്വാളിറ്റി കിട്ടുന്ന പ്രൊജക്ടറുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം വീഡിയോയുടെ താഴെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യാൻ മറക്കണ്ട. സാധാരണ ഇത്രയും പിക്ചർ ക്വാളിറ്റിയും ഫീച്ചേഴ്സും ഒക്കെ നമുക്കൊരു 18-20K ആ റേഞ്ചിൽ വരുന്ന പ്രൊജക്ടറുകളിലാണ് കിട്ടാറുള്ളത്. പക്ഷേ സിബ്രോണിക്സ് ഈ പ്രാവശ്യം ഈ പ്രൊജക്ടർ നല്ല കിടിലൻ ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ ആൻഡ്രോയിഡ് പോർഷൻ വരുന്നത് 9 ആണ്. ഈ പ്രൊജക്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഒരു ആംബിയൻ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉള്ള റൂമിലാണെങ്കിൽ പോലും നല്ല പിക്ചർ ക്വാളിറ്റി ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടും. ഇനി ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും പിക്ചർ ക്വാളിറ്റിക്ക് ഒരു കുറവും എനിക്ക് തോന്നിയിട്ടില്ല. കോൺട്രാസ്റ്റും അതേപോലെ ഇതിന്റെ ബ്രൈറ്റ്നസും ഒക്കെ തന്നെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു പിക്ചർ ക്വാളിറ്റിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഈ ഒരു പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ വില കുറഞ്ഞ ഒരു 15,000 അല്ലെങ്കിൽ 20,000 രൂപയുടെ താഴെ വരുന്ന പ്രൊജക്ടറുകളിൽ മോഷൻ ബ്ലറിന്റെ ഒരു ഇഷ്യൂ വരാറുണ്ട്, കോർണർ ബ്ലർ വരാറുണ്ട്, ലാഗ് വരാറുണ്ട്, പ്രൊജക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആകാറുണ്ട്. ഈ ഒരു പ്രൊജക്ടറിൽ ആ പ്രശ്നങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഈ ഓവർ ഹീറ്റ് ആകാത്തതിന്റെ കാര്യം ഇതിന്റെ ഒരു ഡിസൈൻ തന്നെയാണ്. വളരെ ഈസി ആയിട്ട് ഹീറ്റ് വെളിയിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന് നൽകിയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി. ഇതിന്റെ സ്പീക്കർ എത്ര വാട്സിന്റെ ആണെന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി കിട്ടുവാണ്. നല്ല ബേസ് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഡിസ്റ്റോർഷൻസ് ഒന്നും ഇല്ലാത്ത നല്ല കിട്ടിലൻ സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുന്നത്. ഒരു 3-4 പേര് ഇരുന്ന് ഒരു മൂവി ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഒരു സൗണ്ട് മാത്രം മതിയായിരിക്കും. ബ്ലൂടൂത്ത് സ്പീക്കറും സൗണ്ട് ബാറും ഒന്നും ഇതിൽ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. അത്രയ്ക്ക് ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ നൽകിയിട്ടുള്ള സ്പീക്കർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഈ പ്രൊജക്ടറിൽ വരുന്നുണ്ട്. അപ്പം സൗണ്ട് ക്വാളിറ്റി അത്രയും നല്ലതായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫീച്ചർ കൂടെ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നൽകിയിട്ടുള്ളത്. സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഈ പ്രൊജക്ടറിന് 10-ൽ 9 നൽകാൻ പറ്റും. അത്രയ്ക്ക് ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഈ ഒരു പ്രൊജക്ടർ ബൈ ചെയ്യാനുള്ള ലിങ്ക് ആമസോണിന്റെയും ഫ്ലിപ്കാർട്ടിന്റെയും അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എല്ലാ കമന്റുകൾക്കുള്ള റിപ്ലൈയും കിട്ടും. ഇതേപോലുള്ള പ്രൊജക്ടർ വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും ആ കാര്യം കൂടെ കമന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള പ്രൊജക്ടുകൾ ഞാൻ അടുത്ത ദിവസങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നതാണ്. എന്നാൽ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.